നിങ്ങളുടെ വീടിന്റെ ഗേറ്റിന് റിമോട്ട് കൺട്രോൾ ഓട്ടോമാറ്റിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഘടിപ്പിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഓട്ടോമാറ്റിക്കായി അടയ്ക്കുവാനും തുറക്കാനും കഴിയുന്ന സജ്ജീകരണം. നിങ്ങളുടെ ഗേറ്റ് എത്ര ചെറുതോ വലുതോ ആകട്ടെ, അത് സ്വിംഗ് ഗേറ്റോ സ്ലൈഡിംഗ് ഗേറ്റോ ആകട്ടെ, വീട്ടിനകത്തും പുറത്തും നിന്ന് 100 മീറ്റർ അകലത്തു നിന്ന് പോലും റിമോട്ട് കൺട്രോളർ വഴി ഗേറ്റ് അടയ്ക്കാനും തുറക്കാനും കഴിയുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റം 48,000 മുതൽ 1,00,000 രൂപ വരെയുള്ള വിലയിൽ കേരളത്തിൽ എവിടെയും 1 വർഷ വാറണ്ടിയോടെ അവ സ്ഥാപിച്ചു തരുവാൻ ഇപ്പോൾ തന്നെ വിളിക്കുക. ഫോൺ നമ്പർ 9387686807. ഓട്ടോമാറ്റിക് ഗേറ്റ് ഓപ്പൺ സിസ്റ്റം, കൺട്രോൾ പാനലും ബാറ്ററി ബാക്കപ്പും സഹിതം വെറും 48,000 രൂപ മുതൽ 1,00,000 രൂപ വരെ മാത്രം. ഇപ്പോൾ തന്നെ വിളിക്കുക 9387686807. വീട് നിർമ്മിക്കുന്നവർക്ക് മാതൃകയായി ഈ പരമ്പരയിൽ ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്ന വീടിന് ഒരു പ്രത്യേകതയുണ്ട്. ആർക്കിടെക്ചറിലായി ഒരു ഫ്യൂഷൻ സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു വീടാണിത്. അതായത് ട്രഡീഷണൽ കേരള സ്റ്റൈൽ ആർക്കിടെക്ചറും കണ്ടംപററി സ്റ്റൈൽ ആർക്കിടെക്ചറും ബ്ലെൻഡ് ചെയ്ത് നിർമ്മിച്ച ഒരു വീട്. എക്സ്റ്റീരിയർ ഡിസൈനിൽ ട്രഡീഷണൽ സ്റ്റൈൽ സ്വീകരിച്ച ഒരു വീടാണിത്. ഇൻറ്റീരിയറിൽ സ്വീകരിച്ചതാവട്ടെ തീർത്തും മോഡേൺ ആയ ഒരു സ്റ്റൈലും. അങ്ങനെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി നിർമ്മിക്കുകയും മോഡേൺ ലൈഫ് സ്റ്റൈലിന് ഇണങ്ങും വിധം ഫർണിഷ് ചെയ്യുകയും ചെയ്ത ഒരു വീടാണിത്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്ക് സമീപമാണ് ആ വീട്. കുവൈറ്റ് മലയാളിയായ ശ്രീ പി ശ്രീകുമാറിന് വേണ്ടി പ്രമുഖ രജിസ്റ്റേർഡ് സിവിൽ എഞ്ചിനീയർ ശ്രീ ആർ ബിജുരാജ് രൂപകൽപ്പന ചെയ്ത ആ വീട് ഇതാണ്. ഇറങ്ങുമ്പോൾ ശ്രീകുമാറിന്റെ കാഴ്ചപ്പാട്
അതിനനുസൃതമായി ഈ വീടിന്റെ രൂപകൽപ്പന നിർവഹിച്ചതും കൺസ്ട്രക്ഷൻ ആൻഡ് ഇന്റീരിയർ വർക്കുകൾ നിർവഹിച്ചതും പ്രമുഖ രജിസ്റ്റേർഡ് സിവിൽ എഞ്ചിനീയറായ ശ്രീ ആർ ബിജുരാജാണ്. എൻ്റെ തറവാട് സ്ഥലത്ത് തന്നെ വീട് വെക്കുന്നത് കൊണ്ട് കിഴക്കോട്ട് ദർശനം വേണമെന്നും വളരെ പറ്റുന്നത്രോളം വിശാലമായ മിറ്റം വേണമെന്നും ഒരു മോഹം ഉണ്ടായിരുന്നു. പ്രവാസ ജീവിതമൊക്കെ ആയതുകൊണ്ട് ഈ ഫ്ലാറ്റിലൊക്കെ താമസിച്ചുകൊണ്ട് നാട്ടിലൊരു വീടൊക്കെ വെക്കുമ്പോൾ കുറച്ച് സ്പേഷ്യസ് ആയിക്കോട്ടെ എന്നൊരു ധാരണയിൽ നല്ല വായു സഞ്ചാരമുള്ള വിശാലമായ മുറികൾ വേണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മൾ എഞ്ചിനീയർ ബിജുരാജുമായി വിശദമായി ചർച്ചകളൊക്കെ നടത്തി പല പദ്ധതികളും പ്ലാനുകളും എടുത്ത് നോക്കി മാറ്റി ഇൻ്റർനെറ്റ് ബേസ്ഡും ഒക്കെ ആയിട്ടൊക്കെ നോക്കി സുഹൃത്തുക്കളുടെയൊക്കെ ആലോചനയ്ക്ക് ശേഷമാണ് ഈ വീടിൻ്റെ രൂപരേഖയിലെത്തിയത്. എന്തൊക്കെയാണ് തനിക്ക് ആവശ്യമെന്ന കാര്യം അദ്ദേഹം കൃത്യമായി തന്നെ ശ്രീ ബിജുരാജുമായി ഷെയർ ചെയ്തിരുന്നു. അതിനനുസൃതമായാണ് ഈ വീട് ഒരുക്കിയത്. ഒരു 8-10 ആളുകൾക്കെങ്കിലും ഇരുന്ന് വർത്തമാനം പറയത്തക്ക പോലെ ഒരു സ്പേഷ്യസ് ആയിട്ടൊരു പൂമുഖമായിരുന്നു ആദ്യ സങ്കല്പം. അതിനുശേഷം നമ്മൾ ആ പൂമുഖം ഡിറ്റാച്ച്ഡ് ആയിരിക്കണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. വീടിനോട് ചേർന്നല്ലാതെ വീടിൽ നിന്നൊരു പാസേജ് വഴി പോകുന്ന ഒരു പൂമുഖം എന്നാണ് നമ്മൾ സങ്കല്പിച്ചത്. അതിനുശേഷം നമുക്ക് ഈ വീട്ടിൽ 4 ബെഡ്റൂം, താഴത്തെ നിലയിൽ 2ഉം മേളത്തെ നിലയിൽ 2ഉമായിട്ട് 4 ബെഡ്റൂമും ഒരു ലിവിങ് കം ഡൈനിങ്ങും ഒരു കിച്ചൺ വർക്ക് ഏരിയ താഴത്തെ ഫ്ലോറിലും ഒരു അപ്പർ ലിവിങ്ങും ഒരു യൂട്ടിലിറ്റി ഏരിയയും ഒരു ഓപ്പൺ ടെറസും ആണ് നമ്മൾ ഭാവനയിൽ കണ്ടത്. ശ്രീകുമാറിന്റെയും കുടുംബത്തിന്റെയും ഈ പാർപ്പിട സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ഈ വീടിന്റെ രൂപകൽപ്പനയിലൂടെയും ഫർണിഷിംഗിലൂടെയും ശ്രീ ആർ ബിജുരാജ്. ട്രഡീഷണൽ പാറ്റേണിൽ ഒരു വീട്, അതിന് കണ്ടംപററി സ്റ്റൈൽ ഫർണിഷിംഗും. ഈ വീടിൻ്റെ ഒരു ഡിസൈനിന് വേണ്ടി ക്ലയൻ്റ് എന്നെ സമീപിക്കുമ്പോൾ ഒരു ട്രഡീഷണൽ വില്ല എന്ന ഒരാശയമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. പ്രത്യേകിച്ച് മുൻപിലൊരു പൂമുഖവും നീളത്തിലുള്ള വരാന്തയും ഒക്കെ ഉള്ള ഒരു ട്രഡീഷണൽ വില്ല എന്നുള്ള ഒരാശയമായിരുന്നു. എന്നാൽ ഒരു മോഡേൺ ലുക്ക് അതിനുണ്ടാകുകയും വേണം എന്നുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള ഒരു എക്സ്റ്റീരിയർ ഫീച്ചേഴ്സോട് കൂടിയുള്ള ഒരു ഡിസൈനാണ് ഞാൻ അദ്ദേഹത്തിന് നൽകിയത്. എക്സ്റ്റീരിയർ ഒരു ട്രഡീഷണൽ ലുക്കുള്ള ഒരു വില്ലയാണ് ഇതെങ്കിൽ തന്നെ ഇൻറ്റീരിയർ പാറ്റേൺ ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് ഒരു ട്രഡീഷണൽ പാറ്റേണും ഇൻറ്റീരിയർ ഒരു കണ്ടംപററി പാറ്റേണും നൽകിയിട്ടുള്ള ഒരു മിക്സ് ഡിസൈനാണ് ഈ വില്ലയ്ക്ക് നൽകിയിരിക്കുന്നത്. എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിൽ ഈ വീടിനുള്ളത് ട്രഡീഷണൽ സ്റ്റൈലാണ്. പക്ഷേ അതിൽ സ്വീകരിച്ച ചില പുതുമകളാണ് ഇതിന്റെ പ്രധാന ആകർഷണം. ഡബിൾ സ്റ്റോറി ഹൗസായാണ് ഇതിന്റെ നിർമ്മാണം. അതിന് സ്വീകരിച്ചത് നമ്മുടെ പാരമ്പര്യ ഗൃഹനിർമ്മാണ ശൈലി അനുസരിച്ചുള്ള സ്ലോപ്പിംഗ് റൂഫ് പാറ്റേണും. റൂഫിംഗ് പാറ്റേണിൽ തന്നെ അങ്ങനെ ട്രഡീഷണൽ സ്റ്റൈലിന്റെയും കണ്ടംപററി സ്റ്റൈലിന്റെയും ഫ്യൂഷൻ കാണാം. എൽ ഷേപ്പിൽ നൽകിയ വരാന്ത, അതിലെ തൂണുകൾ എന്നിവയ്ക്കും ട്രഡീഷണൽ സ്റ്റൈലിനോടാണ് സാമ്യം. മുഖപ്പ് പോലെയുള്ള ഈ ഡിസൈൻ, അതിന്റെ വുഡ് വർക്ക് എന്നിവയും ആകർഷകം. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സിന് കുറച്ച് മോഡേൺ എലമെൻറ്റ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രണ്ടിലുള്ള പർഗോളാസ് നൽകിയിരിക്കുന്നത്. അതുപോലെ നീളമുള്ള വരാന്തയുടെ സൈഡിൽ അതിൻ്റെ ഭിത്തിയിൽ നൽകിയിരിക്കുന്ന ക്ലാഡിങ്, അത് ക്ലാഡിങ് സ്റ്റോണും അതുപോലെ തന്നെ വുഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നൽകുന്നത്. സാധാരണ സിറ്റ് ഔട്ടിൻ്റെ സൈഡിലൊക്കെ നമുക്കറിയാം കൈയൊക്കെ പിടിക്കുമ്പോഴൊക്കെ അവിടെ അഴുക്ക് പിടിക്കുകയും, അപ്പോൾ അത് ഇതുമൂലം ഇല്ലാതാകുന്നു. പിന്നെ സ്വീകരിച്ച ഒരു രീതി സ്ലോ പ്രൂഫ് പാറ്റേണിൽ ടൈലിന് നൽകിയ കളർ പാറ്റേൺസ്, ടൈലിനും അതുപോലുള്ള വാൾസിനും നൽകിയിട്ടുള്ള കളർ പാറ്റേൺസ്, കുറച്ച് ഡിസൈൻ വർക്ക്സും ലൂവേഡ്സും അതുപോലെ ടൈൽസിന് നൽകിയിരിക്കുന്ന ഡാർക്ക് ബ്രൗൺ കളേഴ്സും ഒക്കെ സാധാരണ കാണാത്ത ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ വീടിനൊരു മോഡേൺ ലുക്ക്, ട്രഡീഷണൽ സ്റ്റൈലാണെങ്കിൽ തന്നെ ഒരു മോഡേൺ ലുക്ക് ഫീലിംഗ് ഈ വീടിന് ലഭിക്കുവാനായിട്ട് അത് വളരെയധികം സഹായിച്ചു. ഈ വീടിന്റെ എക്സ്റ്റീരിയറിലെ മുഖ്യ ആകർഷണം ഈ പൂമുഖമാണ്. വീടിന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ മെയിൻ സ്ട്രക്ചറിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിൽക്കും വിധമാണ് പൂമുഖത്തിന്റെ നിർമ്മാണം. വീട്ടംഗങ്ങൾക്ക് പുറങ്കാറ്റേറ്റിരുന്ന് സംസാരിക്കാൻ പറ്റിയ നല്ലൊരിടം. സന്ദർശകർക്കും ഒരു സിറ്റ് ഔട്ടായി ഇത് പ്രയോജനപ്പെടുത്താം. അതിന് യോജിക്കുന്ന വിധം
ഇൻബിൽട്ടായ സീറ്റിംഗ് ഫെസിലിറ്റിയോടെയാണ് പൂമുഖം ഒരുക്കിയത്. ഇതിന്റെ റൂഫും എക്സ്റ്റീരിയറിന്റെ നല്ലൊരു എലമെന്റാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ. ഈ വീടിൻ്റെ വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇതിൻ്റെ പൂമുഖം. ഇത് ക്ലയൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. ഇതിന് നൽകിയിരിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, അവിടെ എല്ലാവരും ഒന്നിച്ചിരിക്കുവാനും കുടുംബാംഗങ്ങൾക്കെല്ലാം ഒന്നിച്ചിരിക്കുവാനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഈ പൂമുഖത്തിന് നൽകിയിട്ടുണ്ട്. അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നൽകിയിരിക്കുന്ന ഗ്രാനൈറ്റ് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ കാണാത്ത ഒരു ഫിനിഷ്, ഒരു റഫ് ഫിനിഷ് ആ ഗ്രാനൈറ്റിന് നൽകിയിട്ടുണ്ട്. ചാരുപടി സാധാരണ നമ്മൾ ട്രഡീഷണലായിട്ട് കാണുന്ന ചാരുപടിയെക്കാട്ട് അല്പം വ്യത്യസ്തമായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസിൽ നൽകിയിരിക്കുന്ന ചാരുപടിയാണ് ഈ പൂമുഖത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാഡിംഗ് സ്റ്റോൺസും ഒക്കെ നൽകി വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പൂമുഖമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇക്കോ ഫ്രണ്ട്ലി ട്രഡീഷണൽ സ്റ്റൈൽ ഡിസൈനാണ് നൽകിയിരിക്കുന്നതെങ്കിലും അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു ഇൻറ്റീരിയർ പാറ്റേണാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ലിവിങ് റൂം, ഫൊമൽ ലിവിങ് റൂം വളരെയധികം പ്രൈവസി നൽകുന്ന ഒരു റൂമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഹാഫ് ക്ലാഡിങ് ഭിത്തിയിൽ നൽകിയിരിക്കുന്നു. അതിന് താഴെ ആൻറ്റിക് ടെക്സ്ചർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കർട്ടൻസ്, ഒരു വാൾ ക്ലാഡിങ് അപ് ടു ദ റൂഫ് വരെ പോകുന്ന ഒരു വാൾ ക്ലാഡിങ്ങും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ടംപററി പാറ്റേൺ ഈ ലിവിങ് റൂമിന് വീടിൻ്റെ ഫാമിലി ലിവിങ് കം ഡൈനിങ് ഇതൊരു കോമൺ റൂമാണ്. ഈ റൂമിൽ നിന്നാണ് മറ്റ് എല്ലാ ബെഡ്റൂമുകളിലേക്കും അതുപോലെ കിച്ചണിലേക്കും ഫസ്റ്റ് ഫ്ലോറിലേക്കും ഒക്കെ ഉള്ള എൻട്രി. ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയ പെബിൾ കോർട്ട്യാർഡ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ ഗ്ലാസ് പർഗോളാസ് നൽകി നാച്ചുറലായിട്ട് റൂമിലേക്ക് വരത്തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിൽ തന്നെയാണ് LCD റാക്കും നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രോക്കറി ഷെൽഫും ഡൈനിങ് ടേബിളും ഒരു ഫാമിലീസിന് ഒത്തിച്ചിരിക്കത്തക്ക രീതിയിലുള്ള ഒരു സീറ്റിംഗ് പാറ്റേണും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെയർ കേസും ഈ റൂമിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെ റൂഫിൽ ജിപ്സം ബോർഡ് സീലിംഗ് നൽകിയിട്ട് LED ലൈറ്റ്സ്, ലൈറ്റിംഗ് നല്ല രീതിയിൽ കിട്ടത്തക്ക രീതിയിലുള്ള ലൈറ്റിംഗ് അറേഞ്ച്. സ്റ്റോറേജ് ഫെസിലിറ്റിയും ഒക്കെ നൽകിയാണ് കിച്ചൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കിച്ചനെ പറ്റി പറയുകയാണെങ്കിൽ
ഒരു ധാരാളം ഓപ്ഷൻസ് തന്നു. നിങ്ങളുടെ ഐഡിയ എന്താണ്, അവരുടെ ഐഡിയ എന്താണ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഞങ്ങളും അവരും തമ്മിൽ ചർച്ച ചെയ്തു. അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനെ ബേസ് ചെയ്ത് അവർ വിപുലമായിട്ടുള്ള രീതിയിൽ നല്ല ശരിയായ രീതിയിൽ തന്നെ അടുക്കള ക്രമീകരിച്ച് തന്നു. പിന്നെ കൂടുതൽ സ്പേഷ്യസ് ആണ്, പിന്നെ എല്ലാം കയ്യെത്തും ദൂരം നല്ല ഹാൻഡി ആയിട്ടുള്ള തന്നെ ആണ് നല്ല രീതിയിൽ അവർ ക്രമപ്പെടുത്തി തന്നിരിക്കുന്നത്. ഒരു വാസ്തു ബേസ്ഡ് പ്ലാനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചൺ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്നത് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് കുക്ക് ചെയ്യത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഹോബും ഹുഡുമെല്ലാം നൽകിയിരിക്കുന്നത്. കിച്ചണിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും മറ്റ് അക്സസറീസ് എല്ലാം നൽകിയിട്ടുള്ള ഒരു മോഡുലാർ കിച്ചൺ പാറ്റേൺ ഇതിന് നൽകിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വീട്ടിലുള്ളത് 2 കിടപ്പറകളാണ്. അതിലൊന്ന് ഇതാണ്. പാരന്റ്സ് ബെഡ്റൂമായോ ഗസ്റ്റ് ബെഡ്റൂമായോ ഉപയോഗിക്കാവുന്ന മുറി. ഫർണിഷിംഗിൽ സ്വീകരിച്ചത് കണ്ടംപററി സ്റ്റൈൽ തന്നെയാണ്. ആകർഷകമായ ശയ്യ, നല്ല വാർഡ്രോബ്, മോഡേൺ സ്റ്റൈൽ ബാത്റൂം, ഭംഗിയേറിയ സീലിംഗ് വർക്ക്. ഏറെ ഭംഗിയാർന്നതാണ് ഈ കിടപ്പറ. നാല് ബെഡ്റൂമാണ് ഈ വീടിന് ഉള്ളത്. അതിൽ മാസ്റ്റർ ബെഡ്റൂം അല്പം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. എല്ലാ ബെഡ്റൂംസിനും ഡ്രസ്സിംഗ് റൂമും ടോയ്ലറ്റിനോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് റൂമും നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫാൾസ് സീലിംഗ്, ജിപ്സം ബോർഡ് സീലിങ്ങും എല്ലാ ബെഡ്റൂംസിനും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനി ഈ വീട്ടിലുള്ള സൗകര്യം ഈ മാസ്റ്റർ ബെഡ്റൂമാണ്. വീടിന്റെ എല്ലാ മുറികളും ലേഔട്ട് ചെയ്തത് കേരളത്തിന്റെ പാരമ്പര്യ വാസ്തു നിർദ്ദേശിക്കുന്ന രീതിയിലായതിനാൽ കന്നിമൂലയിലാണ് ഇതിന്റെ സ്ഥാനം. അത്യാകർഷകമായി ഫർണിഷ് ചെയ്ത ഒരു കിടപ്പറ. നടുത്തളത്തിൽ നൽകിയ ഈ സ്റ്റെയർകേസ് വഴിയാണ് മുകളിലേക്കുള്ള എൻട്രി. വുഡും ഗ്ലാസും സമന്വയിപ്പിച്ച ഹാൻഡ് റെയിൽസ്, ഗ്രാനൈറ്റ് പടികൾ എന്നിവയാണ് സ്റ്റെയർകേസിന്റെ പ്രത്യേകത. മുകളിൽ പെർഗോള സ്റ്റൈൽ റൂഫ് നൽകിയതിനാൽ ധാരാളം നാച്ചുറൽ ലൈറ്റ് കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ സ്റ്റെയർകേസ് കയറി എത്തുന്നിടത്തായി ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ്. അപ്ഹോൾസ്റ്ററി ഫർണിഷിംഗ് കൊണ്ടുള്ള ഒരു ഇരിപ്പുമുറി. ഈ ലിവിംഗ് ഏരിയയുടെ വശങ്ങളിലായാണ് മുകൾ നിലയിലെ കിടപ്പറകൾ. അതിലൊന്ന് ഇതാണ്. കണ്ടംപററി പാറ്റേണിന് യോജിക്കുന്ന ഫർണിഷിംഗോട് കൂടിയ ഒരു കിടപ്പറ. ഇതാണ് മുകൾ നിലയിലെ രണ്ടാമത്തെ കിടപ്പറ. ഇതിന്റെ ഫർണിഷിംഗിൽ സ്വീകരിച്ചതും കണ്ടംപററി സ്റ്റൈൽ തന്നെ. ഈ പൂജാമുറിയാണ് മുകൾ നിലയിലെ അടുത്ത സൗകര്യം. വാസ്തുശാസ്ത്രപരമായ പൊരുത്തം നോക്കിയാണ് പൂജാമുറിയുടെ സ്ഥാനം അപ്സ്റ്റെയറിലാക്കിയത്. ഈ വീടിന്റെ ഡിസൈനിനൊപ്പം ഇതിന്റെ ഇന്റീരിയർ ഫർണിഷിംഗ് ഒരുക്കിയതും ശ്രീ ആർ ബിജുരാജാണ്. ഇന്റീരിയർ വർക്ക് എക്സിക്യൂട്ട് ചെയ്തത് എറണാകുളത്തെ വുഡ് ആർട്ട് ഇന്റീരിയേഴ്സിലെ അരുൺ ജി പണിക്കരും CC ലിബിനുമാണ്. ഇന്റീരിയർ ഫർണിഷിനെ പറ്റി ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ മോഡേണും ഈ ട്രഡീഷണലും കൂടെ ഉള്ള കോമ്പിനേഷനായിരുന്നു ആവശ്യം. അത് ഞങ്ങളുടെ മിസ്റ്റർ ബിജുരാജ് എഞ്ചിനീയറുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് പുള്ളിയുടെ സഹായത്താലാണ് ഈ ഫർണിഷിങ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻറ്റീരിയർ ഡിസൈൻ ഈ വാളിനൊക്കെ ചെയ്തിരിക്കുന്നത് എറണാകുളത്തു നിന്നുള്ള മിസ്റ്റർ അരുൺ ആൻഡ് മിസ്റ്റർ ലിബിൻ. ഇവർ രണ്ടുപേരും ഞങ്ങളെ ശരിയായ രീതിയിൽ ഹെൽപ്പ് ചെയ്തു, ഗൈഡ് ചെയ്തു. അതിനെ ബേസ് ചെയ്താണ് ഈ ഡിസൈൻ ഞങ്ങൾ എത്തിച്ചേർന്നത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ പൂർണ്ണമായിട്ടും 3D ഇമേജസ് ക്ലയൻറ്റിനെ ആദ്യം തന്നെ ഡിസൈൻ ചെയ്ത് കാണിച്ച് ഓരോ റൂമിൻ്റെയും അതിൻ്റെ വ്യൂ, പല ഭാഗത്തു നിന്നുള്ള വ്യൂ എങ്ങനെ ഇരിക്കും
എങ്ങനെയാണ് അതിൻ്റെ ഫർണിച്ചർ, എങ്ങനെയാണ് ഭിത്തിയിലെ കളേഴ്സ് ഏതാണ്, ഫ്ലോർ എങ്ങനെയായിരിക്കും, ഇതെല്ലാം തന്നെ സീലിംഗ് എങ്ങനെയായിരിക്കും, ഇതെല്ലാം തന്നെ 3D ഇമേജസിലൂടെ ക്ലയൻറ്റിനെ കാണിച്ച് അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്ത് വേണ്ട ചേഞ്ചസൊക്കെ വരുത്തിയിട്ടാണ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റിനും അത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അവരുദ്ദേശിച്ച രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു 3D ഇമേജും ടെക്നിക്കിൻ്റെ ഒരു ഉദ്ദേശം. ടെക്സ്ചർ വർക്കിലും സീലിംഗിലുമൊക്കെ ഒരുപാട് പുതുമകളുണ്ട് ഈ വീടിന്. ആർക്കിടെക്ചറിലെ ഫ്യൂഷൻ സ്റ്റൈൽ ഉപയോഗിച്ച് ഒരു വീട്. എക്സ്റ്റീരിയറിൽ ട്രഡീഷണൽ സ്റ്റൈൽ ആയതിനാൽ നമ്മുടെ ജിയോഗ്രഫിക്കൽ ക്ലൈമറ്റിക്കൽ കണ്ടീഷനുകൾക്ക് മാച്ച് ചെയ്യും ഈ വീട്. ഇന്റീരിയറിൽ സ്വീകരിച്ചത് കണ്ടംപററി സ്റ്റൈലും. അതിനാൽ മോഡേൺ ലൈഫ് സ്റ്റൈലിനും ഈ വീട് യോജിക്കും. അതാണ് ഈ വീടിന്റെ പ്രത്യേകത.